ശശി തരൂരും കോൺഗ്രസും തമ്മിൽ നടക്കുന്നത് ടോം ആൻഡ് ജെറി കളിയാണോ? അതോ തരൂരിനെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് പേടിയാണോ? ധൈര്യമുണ്ടെങ്കിൽ പുറത്താക്കിക്കോ എന്ന് തരൂർ, വേണേൽ പുറത്തുപോയിക്കോ എന്ന് കോൺഗ്രസ്. കോൺഗ്രസ് മുക്ത ഭാരതം ലക്ഷ്യമിടുന്ന നരേന്ദ്രമോദിയെ സ്തുതിക്കും, പിന്നെയും പിന്നെയും സ്തുതിക്കും. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ മാത്രമല്ല, രാഹുൽ ഗാന്ധിയെയും നെഹ്റു കുടുംബത്തെയും വരെ വിമർശിക്കും. സ്ഥിരമായി പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കുക എന്നതാണ് ഇപ്പോൾ തരൂരിൻ്റെ ശീലം. കഴിഞ്ഞ കുറച്ചു കാലമായി തരൂർ വാർത്തകളിൽ നിറയുന്നത് തന്നെ മോദി സ്തുതിയുടെയും കോൺഗ്രസ് വിമർശനത്തിൻ്റെയും പേരിലുമാണ്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് ദയനീയമായി തോറ്റ ശേഷം തുടങ്ങിയതാണ് ഈ പരിപാടി. അതിപ്പോഴും ഇങ്ങനെ അനസ്യൂതം തുടരുകയാണ്. എങ്ങനെയെങ്കിലും തനിക്കെതിരെ ഒന്ന് നടപടിയെടുക്കൂ, പുറത്താക്കൂ പ്ലീസ്, രക്തസാക്ഷി പരിവേഷത്തോടെ ഒന്ന് പുറത്തു പോകട്ടെ എന്ന മട്ടിലാണ് തരൂർ നിൽക്കുന്നത്. നോട്ടവും ചാട്ടവും ബി ജെ പിയിലേക്കെന്നാണ് സംസാരം. മോദിയും ബി ജെ പിയും ആവുന്നത്ര പ്രോത്സാഹനം നൽകുന്നുണ്ട് താനും. പക്ഷേ തരൂരിൻ്റെ പ്രകോപനങ്ങളെ അവഗണിച്ചു തള്ളുക എന്ന തന്ത്രത്തിലാണ് കോൺഗ്രസ്. പക്ഷേ അതിൻ്റെ പരിധിയൊക്കെ കഴിഞ്ഞില്ലേ എന്നാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും ചോദിക്കുന്നത്. ഇങ്ങനെ പാർട്ടിയെ തള്ളിപ്പറയുന്ന ഒരാളെ എങ്ങനെ പ്രവർത്തക സമിതിയിൽ വെച്ചുകൊണ്ട് ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന സംശയവും ശക്തമാണ്. തരൂരിനെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസിന് പേടിയാണോ എന്ന ചോദ്യവും ശക്തമായി ഉയരുന്നു.